IRGCയുടെ അമരക്കാരൻ, ഇറാൻ ഭരണസിരാ കേന്ദ്രങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. അതെ, ഇതൊരു സാധാരണ അധികാര കൈമാറ്റമല്ല. ഇറാൻ എന്ന കരുത്തുറ്റ രാജ്യത്തെ ഇനി ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി ഇറാന്റെ പുതിയ അമരക്കാരനാകുന്നു. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അച്ഛന്റെ ചിതയടങ്ങും മുൻപേ മകൻ ചെങ്കോൽ സ്വീകരിക്കുന്നത് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ കൂടി സൂചനയാവാം. പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാത്ത, അധികം സംസാരിക്കാത്ത, എന്നാൽ ഇറാന്റെ അധികാര ചുരാകേന്ദ്രങ്ങളിൽ നിഴൽ രൂപമായി ഇരുന്ന് കരുക്കൾ നീക്കിയിരുന്ന മുജ്തബ ഖമേനി ആരാണെന്ന് ലോകമിപ്പോൾ ഉറ്റുനോക്കുകയാണ്. പേർഷ്യൻ പോരാളികൾ ഇനി സമാധാനത്തിനില്ലെന്നും കടുത്ത തിരിച്ചടിക്കാണ് ഒരുങ്ങുന്നതെന്നും ഈ നേതൃമാറ്റം വ്യക്തമാക്കുന്നുണ്ട്. 56-കാരനായ മുജ്തബ ഖമേനി അലി ഖമേനിയുടെ 2ാമത്തെ മകനാണ്. വർഷങ്ങളായി ഇറാന്റെ രാഷ്ട്രീയ നിരീക്ഷകർ ഖമേനിയുടെ പിൻഗാമിയായി കണ്ടിരുന്നത് ഇദ്ദേഹത്തെയായിരുന്നു. ഇതുവരെ ഔദ്യോഗികമായി വലിയ പദവികളൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും പരമോന്നത നേതാവിന്റെ ഓഫീസിലെ കാര്യങ്ങൾ പ്രായോഗികമായി ചിട്ടയായി നിയന്ത്രിച്ചിരുന്നത് മുജ്തബയാണെന്ന് പറയപ്പെടുന്നു. കാഴ്ചയിൽ നിന്ന് മാറി നിന്ന് ചരട് വലിക്കുന്ന ഒരു അധികാര ദല്ലാൾ എന്നാണ് വിശകലന വിദഗ്ധർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് മധ്യനിര പുരോഹിതനായി സേവനമനുഷ്ഠിച്ച മുജ്തബയ്ക്ക് ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ IRGCയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ഈ സൈനിക ബന്ധമാണ് ഇന്നുണ്ടായ പെട്ടെന്നുള്ള അധികാര കൈമാറ്റത്തിന് പിന്നിലെ പ്രധാന ശക്തി. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ എപിക് ഫ്യൂറി, ലയൺ സ്റ്റോർ എന്നീ സൈനിക നീക്കങ്ങളിൽ അലി ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാന്റെ നേതൃത്വത്തിൽ വലിയൊരു വിള്ളൽ വീണിരുന്നു. ഈ വിടവ് നികത്താൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പുരോഹിത സഭയ്ക്കുമേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയത്. മുജ്തബയെ നേതാവായി തെരഞ്ഞെടുക്കാൻ IRGC നേരിട്ടിടപെട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. 1979-ലെ വിപ്ലവത്തിനു ശേഷം രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച ഇറാനിൽ അച്ഛനു പകരം മകൻ വരുന്നത് ചില വിവാദങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കാം. എങ്കിലും നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ സൈന്യത്തിന് പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾ തലപ്പത്ത് വരണമെന്ന വാശിക്കാണ് ഇവിടെ വിജയം ലഭിച്ചത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഖത്തർ, കുവൈത്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഇതിനകം തന്നെ മിസൈലുകൾ വർഷിച്ചിട്ടുണ്ട്. മേഖലയിലെ US താവളങ്ങൾ അമേരിക്കൻ പ്രദേശമായി കണക്കാക്കി ആക്രമിക്കുമെന്നാണ് ടെഹ്റാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇസ്രയേൽ സൈന്യം ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വിശാലമായ ആക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ശാസ്ത്രജ്ഞർ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇതിനിടെ ഖത്തറിൽ ഇറാന്റെ ചാരന്മാരെന്ന് സംശയിക്കുന്ന 10 പേരെ അധികൃതർ അറസ്റ്റ് ചെയ്തതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നുണ്ട്. ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമാണ്. ബെയ്റൂത്തിൽ വൻ സ്ഫോടനങ്ങൾ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കുകയും സംയമനം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇറാന്റെ പുതിയ നേതൃത്വം തിരിച്ചടിക്കാനാണ് ആഹ്വാനം നൽകുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ പരിഹാരത്തിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യ ഇപ്പോൾ മിസൈലുകളുടെയും ബോംബുകളുടെയും ഗർജനത്തിനിടയിൽ ശ്വാസം മുട്ടുകയാണ്. ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ എന്ന നിലയിൽ മുജ്തബയ്ക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. വിദേശനയം, പ്രതിരോധം, സൈനിക കമാൻഡ് എന്നിവയിൽ അന്തിമ വാക്ക് ഇനി മുജ്തബയുടേതാണ്. അമേരിക്ക തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെ യുദ്ധം നയിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അച്ഛനിൽ നിന്ന് മകനിലേക്ക് ഭരണം കൈമാറിയതിനെതിരെയുള്ള ആഭ്യന്തര പ്രതിഷേധങ്ങളെയും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വരും. എന്നാൽ സൈന്യവുമായുള്ള അടുത്ത ബന്ധം മുജ്തബയ്ക്ക് വലിയ കരുത്ത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സ്വാധീനം അവസാനിപ്പിക്കുക എന്ന അച്ഛന്റെ ലക്ഷ്യം മകൻ എങ്ങനെ പൂർത്തിയാക്കുമെന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. പശ്ചിമേഷ്യ കത്തിയെരിയുമ്പോൾ ഇറാന്റെ പുതിയ അമരക്കാരനായി മുജ്തബ ഖമേനി വരുന്നത് ഒരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ കൂടി അടയാളമാണ്. അച്ഛന്റെ വധത്തിലൂടെ തളരുമെന്ന് കരുതിയവർക്ക് മുന്നിൽ അതേ കരുത്തുള്ള മറ്റൊരു നേതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രവാസികൾക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഈ നേതൃമാറ്റം വലിയൊരു ആശങ്ക കൂടിയാണ് നൽകുന്നത്. ഇറാന്റെ ചെങ്കോൽ ഏറ്റെടുത്ത മുജ്തബ ലോകത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് വരും ദിവസങ്ങൾ പറഞ്ഞു തരും. യുദ്ധത്തിന്റെ തീജ്വാലകൾക്ക് നടുവിൽ നിന്ന് ഒരു പുതിയ നേതാവ് ഉദയം ചെയ്യുമ്പോൾ അത് വിജയത്തിലേക്കാണോ അതോ സർവനാശത്തിലേക്കാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.